1990 ഫെബ്രുവരി 11 1990 11th of February ഉച്ചകഴിഞ്ഞ് ഏകദേശം 4:15 മണി ഒരു മനുഷ്യൻ 27 വർഷത്തെ ജയിൽ വാസത്തിന് ശേഷം ഒരു പക്ഷേ 27 എന്ന് ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഒരു ക്ലൂ കിട്ടിക്കാണും ആരെ പറ്റിയാണ് ഞാൻ പറയുന്നതെന്ന് മനസ്സിലായില്ലെങ്കിൽ ബാക്കി കാര്യങ്ങൾ പറയുമ്പോൾ മനസ്സിലാവും. ജയിൽ വാസത്തിന് ശേഷം റിലീസ് ചെയ്യപ്പെടുകയാണ്. അദ്ദേഹം മോചിതനാകപ്പെടുകയാണ്. എന്തിനായിരുന്നു ജയിലിൽ പോയത്? ഒരാളെ കൊന്നിട്ടോ അല്ലെങ്കിൽ അങ്ങനെ ഒരു കുറ്റകൃത്യം ചെയ്തിട്ടല്ല. അദ്ദേഹം പറഞ്ഞ ഒരേ ഒരു കാര്യം, the color of the skin should not be a determining factor when it comes to opportunities. അതായത് ബ്ലാക്സും വൈറ്റ്സും ഒരുപോലെയാണ്, അവരെ തുല്യമായി കാണണം എന്ന് പറഞ്ഞു. He fought against the apartheid in that country. ആരെ പറ്റിയാണ് പറയുന്നത്? The one and only great late Nelson Mandela. മണ്ടേല റോബൻ ഐലൻഡിൽ 27 വർഷം ജയിൽവാസം അനുഭവിച്ചു. അദ്ദേഹത്തിന് അവിടെ വളരെ കഠിനമായൊരു ലൈഫായിരുന്നു. ഹിസ് പ്രിസൺ സെൽ വാസ് റിയലി ബാഡ്. മാത്രമല്ല ഈ ജയിലേഴ്സ്, അവിടുത്തെ പ്രിസൺ അധികാരികൾ വളരെ വളരെ ക്രൂരമായിട്ടാണ് അദ്ദേഹത്തോട് പെരുമാറിയത്. ആൻഡ് ദേ യൂസ് ടു പുട്ട് ഹിം ഓൺ ടു സം വെരി മീനിങ്ലെസ് ടാസ്ക്. ഒരു അർത്ഥമില്ലാത്ത ചില കാര്യങ്ങൾ ചെയ്യിപ്പിക്കുമായിരുന്നു. റൈറ്റ്, ലൈക്ക് പറയും, കുഴി കുഴിക്കാൻ പറയും, വളരെ ഡീപ്പായിട്ട് കുഴി കുഴിക്കാൻ പറയും. കുഴി എടുത്തു കഴിയുമ്പം ആ കുഴി മൂടാൻ പറയും. അങ്ങനെയുള്ള ചില ടാസ്കുകൾ 1 വർഷമല്ല, 2 വർഷമല്ല, 3 വർഷമല്ല, 10 അല്ല, 27 years. 27 വർഷം എന്ന് പറയുന്നത് ആരുടെ ജീവിതത്തിലും ഒരു വലിയ ഒരു കാലയളവ് തന്നെയാണ്. ഹി വാസ് വാക്കിംഗ് ടു ദാറ്റ് ഗേറ്റ് വൺ ഫൈനൽ ടൈം. റിലീസ് ആവപ്പെടുകയാണ്. നടന്നു പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ ചിന്ത ഒരു കാര്യമായിരുന്നു അദ്ദേഹത്തിൻ്റെ മനസ്സിൽ. ഈ 27 വർഷം എന്നെ ടോർച്ചർ ചെയ്ത് ഇവരോട് എനിക്ക് ക്ഷമിക്കാൻ എനിക്കൊരു വഴി കണ്ടേ പറ്റുള്ളൂ. If I don't forgive these people, if I don't find a way to forgive these people, I would still be in prison. ഞാൻ മോചിതനായാലും മനസ്സുകൊണ്ട് ഞാൻ ജയിലിൽ തന്നെ ആയിരിക്കും. അതിനുശേഷം 4 വർഷത്തിന് ശേഷം മെയ് 10 1994 അദ്ദേഹം സൗത്ത് ആഫ്രിക്കയുടെ പ്രസിഡൻ്റായി സത്യപ്രതിജ്ഞ ചെയ്യുന്നു. ആ ചടങ്ങിന് മുമ്പ് ആരെയൊക്കെ ഇൻവൈറ്റ് ചെയ്യണം എന്നുള്ള ഒരു തീരുമാനം എടുക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞു, ആ ജയിലിലുണ്ടായിരുന്ന എല്ലാ ജയിലേഴ്സിനെയും, എന്നെ ഇൽ ട്രീറ്റ് ചെയ്ത, എന്നെ നന്നായിട്ട് ട്രീറ്റ് ചെയ്യാത്ത എല്ലാ ജയിലേഴ്സിനെയും അതിന് ക്ഷണിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ പീപ്പിൾ വർ അഗാസ്റ്റ്. ആൾക്കാർ പറഞ്ഞു, നിങ്ങൾക്ക് ഭ്രാന്താണോ? എന്തിനാണ് അവർ നിങ്ങളോട് വളരെ ക്രൂരമായി പെരുമാറി? വൈ ഡു യു വാണ്ട് ദം? അഗെയിൻ ഹി സെഡ് ദ സെയിം തിങ്, ഇഫ് ദേ ആർ നോട്ട് ദേർ ഐ വുഡ് സ്റ്റിൽ ബി ഇൻ പ്രിസൺ. അവർ ആ സമയത്ത് അവിടെ ഇല്ലെങ്കിൽ മനസ്സുകൊണ്ട് ഞാൻ ഇപ്പോഴും ജയിലിലായിരിക്കും. ഒന്നാലോചിച്ച് നോക്കൂ, ക്ഷമിക്കാനുള്ളൊരു കഴിവ്. മണ്ടേലയെ പറ്റി പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. അദ്ദേഹത്തെ പറ്റി വായിക്കുമ്പോൾ, അദ്ദേഹത്തെ പറ്റി കേൾക്കുമ്പോൾ there are a lot of things that we can learn from him. പക്ഷേ എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്, നെൽസൺ മണ്ടേല എന്ന് പറയുമ്പോൾ he stands for the ultimate forgiveness. അതായത് ഒരു മനുഷ്യൻ്റെ ക്ഷമിക്കാനുള്ള കഴിവിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമായിട്ട് ഞാൻ മണ്ടേലയെ കാണുന്നു. കാരണം ഇത്രയും നാൾ പ്രത്യേകിച്ച് കുറ്റമൊന്നും ചെയ്യാത്ത ഒരാളെ പിടിച്ച് ജയിലിലിട്ട് ഇത്രയും നാൾ ടോർച്ചർ ചെയ്ത് എന്നിട്ടും അവരോട് ക്ഷമിക്കാനുള്ളൊരു കഴിവ്, ദി എബിലിറ്റി ടു ഫോർഗീവ് നമ്മുടെ ജീവിതത്തിലും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യമാണല്ലേ. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, ചെറിയ കാര്യങ്ങൾക്ക് ഒരു കറക്റ്റായിട്ട് നമ്മളൊന്ന് ചിരിച്ചു കാണിച്ചില്ല, അല്ലെങ്കിൽ നമ്മളോട് ഒരു വല്ലാതെ അപ്സെറ്റായിരിക്കുന്ന സമയത്ത് നമ്മളോട് കുറച്ച് മോശമായി സംസാരിച്ചു, അല്ലെങ്കിൽ നമ്മളോട് എന്തെങ്കിലും ഒരു ചെറിയ തെറ്റ് ചെയ്ത ഒരു കാരണത്താൽ നമ്മൾ പലരോടും ക്ഷമിക്കാതിരിക്കുന്നു. വി ഡോണ്ട് ടോക്ക് ടു സോ മെനി പീപ്പിൾ. അത് ദിവസങ്ങളാവാം, ആഴ്ചകളാവാം, മാസങ്ങളാവാം. And I know people who don't talk to somebody for years together. അത് 10 വർഷം 15 വർഷം അയൽക്കാരാവാം. പക്ഷേ ഒന്ന് മറിച്ചൊന്ന് ചിന്തിച്ച് നോക്കിയാൽ ആർക്കാണ് അതിൽ ഏറ്റവും വലിയ ഗുണം? നമുക്ക് തന്നെയാണ്. ക്ഷമിക്കാൻ നമ്മൾ തയ്യാറായാൽ ഐ തിങ്ക് ഇറ്റ് കംസ് വിത്ത് ഇമെൻസ് ബെനിഫിറ്റ്സ്. അതുകൊണ്ടുണ്ടാകുന്ന ബെനിഫിറ്റ്സ് വളരെ അധികമാണ്. ഒന്നാമത് നമുക്കെപ്പോഴും ക്ഷമിക്കാനുള്ള ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ വിചാരം നമ്മൾ ഒരാളോട് ക്ഷമിച്ചു കഴിഞ്ഞാൽ നമ്മളവിടെ താന്നു പോകുന്നു എന്നുള്ളതാണ്. അല്ല, ആക്ച്വലി we are gaining, we are becoming the bigger person, the better person, the stronger person there. അവിടെ നമ്മൾ ക്ഷമിക്കുമ്പോൾ നമ്മളുടെ മനസ്സ് വളരെ ലൈറ്റ് ആവുകയാണ്, നമ്മൾ ഇമോഷണലി ഹീൽ ആവുകയാണ്. സോ ഇറ്റ് കോൺട്രിബ്യൂട്ട്സ് ടു ഇമോഷണൽ ഹീലിംഗ്. നമ്മുടെ ഉള്ളിനുള്ളിൽ ക്ലെൻസ് ആവുകയാണ്, അവിടെ ഒരു വളരെയധികം നമ്മൾ ശുദ്ധീകരിക്കപ്പെടുകയാണ്. രണ്ടാമത് വി ബിക്കം എ ഹാപ്പിയർ പേഴ്സൺ. ഇതിന് ഒരുപാട് ഫിസിക്കൽ എഫക്ട്സും ഉണ്ട്, അല്ലെങ്കിൽ ഫിസിക്കൽ ബെനിഫിറ്റ്സും ഉണ്ട്. നമ്മളുടെ ബ്ലഡ് പ്രഷർ അതുപോലുള്ള കാര്യങ്ങൾ കൺട്രോൾ ചെയ്യാൻ അത് സഹായിക്കപ്പെടുന്നു. ഏറ്റവും ഇതെന്ന് പറഞ്ഞാൽ, നമ്മൾ ആസ് എ പേഴ്സൺ വി ആർ ഗ്രോയിങ്. ആൻഡ് ഇഫ് യു വാണ്ട് ടു ബി എ ലീഡർ, യു ഓൾസോ നീഡ് ടു ഫോർഗീവ്, യു ഓൾസോ നീഡ് ടു ലേൺ ടു ഫോർഗീവ്. അതൊരു വലിയൊരു കാര്യമാണ്.
ഇതിൽ നിന്നൊരു മെസ്സേജ് എന്താണ്? ശരിക്കും പറയുകയാണെങ്കിൽ എനിക്ക് മണ്ടേലയെ പറ്റി ആലോചിക്കുമ്പോൾ തോന്നുന്നൊരു മെസ്സേജ് എന്ന് പറഞ്ഞാൽ, എൻ്റെ ലൈഫിൽ ഞാൻ നോക്കുന്ന കുറച്ച് പേരുണ്ട്. ഞാൻ പലരോടും വളരെ എന്താ പറയുക, ഐ ഹാവ് സർട്ടൻ ഇൽ ഫീലിങ്സ് ടുവേർഡ്സ് സംബഡി. അതിന് എനിക്ക് എൻ്റേതായ റീസൺസും ഉണ്ട്. അതുപോലെ നമുക്കെല്ലാവർക്കും. പക്ഷേ നമുക്കൊന്ന് ക്ഷമിക്കാൻ തുടങ്ങിയാൽ, നമുക്ക് ശ്രമിച്ചാൽ, മേ ബി അവർ ലൈഫ് ഈസ് ഗോൺ ഗെറ്റ് മച്ച് ബെറ്റർ. നമുക്ക് നമ്മുടെ ലൈഫിലൊന്ന് റിഫ്ലക്റ്റ് ചെയ്ത് നോക്കാം. ഇപ്പോൾ നമ്മളോട് തെറ്റ് ചെയ്ത ആൾക്കാർ, നമ്മൾ ക്ഷമിക്കാതിരിക്കുന്ന ആൾക്കാർ ഒരു ലിസ്റ്റ് ഉണ്ടാക്കി നോക്കിയാൽ കുറേ പേര് കാണാം അവിടെ. എനിക്കുണ്ട് ഒരു ലിസ്റ്റ്. നമുക്ക് ഒന്ന് മാറ്റിപ്പിടിക്കാം, ഒന്ന് ശ്രമിച്ച് നോക്കാം. ട്രൈ ടു ഫോർഗീവ് ദം. നമുക്ക് കുറച്ചുകൂടെ എംപത്തറ്റിക് ആവാം. അവരുടെ സൈഡിൽ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കാം, എന്തുകൊണ്ടായിരിക്കും അവർ, ബിക്കോസ് എവറി കോയിൻ ഹാസ് ടു സൈഡ്സ്. എന്താണ് അവർ ചെയ്യുന്നത്, എന്തുകൊണ്ടാണ് അവരെന്താണ് അതിനെപ്പറ്റി വിചാരിക്കുന്നത്? നമുക്കൊന്ന് ശ്രമിച്ച് നോക്കാം. ലെറ്റ്സ് എക്സ്റ്റെൻഡ് എ ഹാൻഡ് ആൻഡ് സീ വാട്ട് ഹാപ്പൻസ്. അതിലൊന്ന് എംപത്തറ്റിക് ആവാം. കുറച്ച് നമ്മൾ ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. നമ്മുടെ ഫോർഗീവ്നെസ്, നമ്മൾ ക്ഷമിക്കാൻ തയ്യാറാണെന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നോക്കാം. ട്രസ്റ്റ് മീ, ദാറ്റ്സ് ഗോൺ ടു മേക്ക് എ ലോട്ട് ഓഫ് ഡിഫറൻസ് ഇൻ അവർ ലൈഫ്സ്. നമുക്ക് ശ്രമിക്കാം, ഇന്ന് തന്നെ തുടങ്ങാം. താങ്ക് യു.